കെ.പി. യോഹന്നാന്റെ ശവമടക്ക് സംവിധാനം ചെയ്തത് ബ്ലസ്സിയും ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവനും. ബ്ലസ്സിയേട്ടന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് എന്തുവായിരുന്നു? പിന്നെ നന്നായിട്ടുണ്ട്. ഓവറോൾ കൺസെപ്റ്റലൈസേഷൻ ഉണ്ട്. റിസേറ്റിന്റെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം തീരുമാനം എടുക്കുന്നത് റിസേറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചർച്ചിന്റെ സൈഡിൽ നിന്ന് പന്തപ്പള്ളി അച്ഛൻ തന്നെയായിരിക്കും അല്ലെ? സിജോ അച്ഛൻ, വേറെ ആര് ഉണ്ടായില്ല. എന്നാലും നമുക്കൊരു സിജോ അച്ഛന് പിന്നെ സിജോ അച്ഛന്റെ മൂഡ് അങ്ങനെ, ഇപ്പത്തെ മൂഡ് അങ്ങനെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളി അതൊക്കെ നമ്മൾക്ക് വിട്ടു തന്നിരിക്കായിരുന്നു. ദേശീയ അവാർഡ് ജേതാവും സഭയുടെ ഉറ്റ സുഹൃത്തും മെത്രാപ്പോലീത്ത തിരുമനസ്സിനോട് എന്നും ഏറ്റവും സ്നേഹവും കാഴ്ചവെച്ച് അഭിവന്ദ്യ തിരുമനസ്സിൻ്റെ വിയോഗം അറിഞ്ഞപ്പോൾ മുതൽ സഭയോടൊപ്പം നിന്ന് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ അഭിമാനമായ സംവിധായകൻ ബ്ലസ്സി, അമേരിക്കയിൽ വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കെ.പി. യോഹന്നാന്റെ ശവമടക്ക് ഇവന്റ് സംവിധാനം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് പ്രമുഖ സിനിമാ സംവിധായകൻ ബ്ലസ്സിയും പ്രമുഖ ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവനും ചേർന്ന്. ബ്ലസ്സിയുടെ അടുത്തിടെ ഹിറ്റായ ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകളുടെ ആർട്ട് ഡയറക്ടറാണ് പ്രശാന്ത് മാധവൻ. ആ ചിത്രത്തിൻ്റെ ക്രൂവാണ് കെ.പി. യോഹന്നാന്റെ ശവമടക്ക് കളർഫുള്ളായി ആളുകൾക്ക് കണ്ടാൽ ഒരു പ്രൊഫഷണൽ ഫീല് കൊടുക്കത്തക്ക വിധം അണിയിച്ചൊരുക്കിയത്. സിജോ പന്തപ്പള്ളി പാതിരിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ശവമടക്ക് ഇവന്റ് അവർ ഏറ്റെടുത്തത്. ശവമടക്കിൻ്റെ ഫ്ലോറൽ ഡെക്കറേഷനും ആർട്ട് വർക്കും ലൈറ്റപ്പും ടൈമിങ്ങും ഷൂട്ടുമെല്ലാം കണ്ടപ്പോഴേ ഒരു പ്രൊഫഷണൽ ഡയറക്ടറുടെ തല ഇതിന് പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിച്ചത്. ആ അന്വേഷണത്തിലാണ് ബ്ലസ്സിയും പ്രശാന്തുമാണ് ഇതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ടത്. ഈ വിവരം തിരക്കുവാൻ ഞങ്ങൾ സിജോ പന്തപ്പള്ളി പാതിരിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുക. ഹലോ ഹലോ സിജോ പന്തപ്പള്ളി. അതെ. ഞാൻ സുനിലായിരുന്നു വിളിക്കുന്നത്, ട്രിവാൻഡ്രത്തിലെ. ഞാൻ വിളിച്ചത് നമ്മളുടെ ബിഷപ്പിന്റെ മറ്റേ ക്രമേഷൻ ഇവന്റ് നമ്മളുടെ ബ്ലസ്സിയും പ്രശാന്ത് മാധവനും ആണോ ഡയറക്റ്റ് ചെയ്തേ? അല്ലല്ലോ. അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നോ? അല്ലല്ലോ, ഞാനിപ്പോ ഇതിന്റെ തിരക്ക് നിൽക്കുവാണ്, പിന്നെ വിളിച്ചത് ചെയ്യാം. അഭിവന്ദ്യ തിരുമനസ്സിൻ്റെ വിയോഗം അറിഞ്ഞപ്പോൾ മുതൽ സഭയോടൊപ്പം നിന്ന് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ അഭിമാനമായ സംവിധായകൻ ബ്ലസ്സി. ഇതിന് തൊട്ടു പിന്നാലെ സഭയുടെ മുതിർന്ന ബിഷപ്പും തിരുവനന്തപുരം മെത്രാനുമായ ബിഷപ്പ് സിൽവാനിയോസിനെ ഞങ്ങളുടെ പ്രതിനിധി വിളിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം കേൾക്കുക. ഹലോ തിരുമേനി, രാജേഷാണ്. അതെ തിരുമേനി, ഞാൻ ഒരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പം ഇതിന്റെ ഒരു കോർഡിനേഷൻ എല്ലാം നടത്തി നമ്മൾ ബ്ലസ്സിയും പ്രശാന്തും കൂടെ ചേർന്നിട്ടാണോ? അല്ല, അല്ല, അല്ല. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര അറിയാൻ? നിങ്ങൾക്ക് ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തില്ലേ? അല്ല, അപ്പൊ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലസ്സിയും പ്രശാന്തും ആണെന്ന് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ തോന്നിവാസങ്ങളൊന്നും ഇവിടെ നടക്കുകയല്ല കേട്ടോ. എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മര്യാദ കാണുന്നതാണ് ഞാൻ ഓർത്തത്. മര്യാദയാണെങ്കിൽ മര്യാദയോട് സംസാരിക്കണം. ഓക്കെ. ഞാൻ അദ്ദേഹത്തോട്, സുനിലിനോടും നിങ്ങളോടും പറയുകയാണ്, മര്യാദക്ക് വേണം സംസാരിക്കാൻ എന്നോട്. ഞാനൊരു ബിഷപ്പാണ്. അറിയാം, തീർച്ചയായിട്ടും. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ എന്റെ അടുക്കൽ സംസാരിച്ചോണ്ട് വരല്ലേ. മനസ്സിലായി? വീണ്ടും ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞു വിടുന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനല്. എന്താ ക്രോസ് ചെയ്യാൻ? എന്നോട് നിങ്ങൾ ക്രോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിയോഗം അറിഞ്ഞപ്പോൾ മുതൽ സഭയോടൊപ്പം നിന്ന് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ അഭിമാനമായ സംവിധായകൻ ബ്ലസ്സി. ഇനി ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുക. പ്രശാന്ത് ജി, ഗുഡ് ഈവനിങ്. ഞാൻ നമ്മുടെ ഇന്നത്തെ ഇത് കണ്ടിരുന്നു, നമ്മുടെ ബിലീവേഴ്സിന്റെ. ഗംഭീരമായിട്ട് നല്ല ഫീലായിരുന്നു. നല്ല പ്രൊഫഷണൽ വെയില്, നല്ല ഗംഭീര അഭിപ്രായം. അത് അവരുടെ ഒന്നാമത് ബിലീവേഴ്സിന്റെ അവർക്കൊരു അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സാധനമുണ്ട്. നമുക്ക് അതുപോലെ അവരെ ചെയ്യാന്നുള്ളതാണല്ലോ, പ്ലാൻ ചെയ്യാന്നുള്ളത്. ഭയങ്കര രസമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. നല്ല ആ ഒരു ആർക്കിടെക്ചർ കറക്റ്റ്, അതിന്റെ ആ ഫീൽ അനുസരിച്ച് അതിന്റെ ആ ലൈറ്റപ്പും അതിന്റെ സിമ്പിൾ ബട്ട് എലഗന്റ്, നല്ല. അത് അവര് പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ. പ്രത്യേകം പറഞ്ഞായിരുന്നു അവര് എല്ലാം അങ്ങനെ
വളരെ സിമ്പിൾ ആയിരിക്കണം. പക്ഷെ അങ്ങനെ അത് അവരെ സിജോ അച്ഛന്റെ ഒരു ഭയങ്കര ഒരു ഇത് ഉണ്ടായിരുന്നു. സിജോച്ചനായിരുന്നു അതിന്റെ ഒരു സിജോ അച്ഛനായിരുന്നു എല്ലാരും. നമ്മള് കൊറേ പറയുമല്ലോ. അതെ അതെ അപ്പൊ അല്ല അത് വേണ്ട, അത് വേണ്ട, നമുക്ക് വേറെ മാറ്റി നാലായിക്കാവോ പറയുമ്പോ അപ്പൊ മാറ്റിയാലോ, അങ്ങനെ ഇതുണ്ട്. മനസ്സിലായി. പിന്നെ ഇച്ചിരി സമയം കൂടെ കിട്ടിയോണ്ട് നമുക്ക് നന്നായിട്ടത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ബ്ലസ്സിയേട്ടനും സപ്പോർട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ യോനാച്ചൻ ഈ പിതാവിന്റെ റൂമൊക്കെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. റൂം കണ്ടിട്ടുണ്ട് അവിടെ. നമുക്ക് അത് മാത്രം ഓർത്താൽ മതി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് അവിടെ ചെയ്യാനായിട്ട്. കാരണം എന്തൊരു സിമ്പിളായിട്ട്, പക്ഷെ എന്തൊരു എലഗന്റാന്നറിയോ റൂം. ഇരിക്കുന്ന ടേബിള്, ആ ചെയർ മാത്രമേ. പിന്നെ ബാക്കിലെ ചെവരില് ഉണങ്ങിയ കുരുത്തോല കൊണ്ട് ഒരു കുരിശും തൂക്കിയിട്ടുണ്ട്. എന്തൊരു ഫീലാന്ന്, ഭയങ്കര ഒരു രക്ഷയില്ല ആ റൂമൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലായി. എനിക്ക് ആ ഷൂട്ടിന്റെ ആ ടോട്ടൽ അതിന്റെ ആംബിയൻസും ആ ഫീലിംഗ് കണ്ടപ്പോ തന്നെ എനിക്ക് ആ ഒരു ടച്ച് കണ്ടപ്പോഴേ എനിക്ക് ഒരു ഫീല് കിട്ടി. ഇത് പണി അറിയാവുന്ന ആരോ ആണ് വൃത്തിയായിട്ട് ഗംഭീരം. പിന്നെ ഞാൻ വിളിച്ചത് ഞാനിപ്പോ ഒരു ചർച്ചിന്റെ ഒരു ട്രസ്റ്റിയായി. ഞങ്ങളുടെ ഒരു ആംഗ്ലിക്കൻ സഭയുടെ ഒരു നമ്മുടെ ഒരു ബിഷപ്പ് ഇപ്പം ഒരു വളരെ സിംഗിങ് സ്റ്റേജിലാണ്. അന്നേരം നമുക്കിത് കണ്ടപ്പോൾ നമുക്കൊരു വളരെ ഒരു ഇത് നമുക്ക് തോന്നി. നമുക്കൊരു റീസണബിളി നമുക്കൊരു എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. എനിക്ക് നാളെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അന്നേരം ഞാൻ അവർക്ക് ഈ എല്ലാം ഇട്ട് കൊടുത്തു. അവർ ഭയങ്കര ഇംപ്രസീവ്. കാരണം വെച്ചാല് അതിനകത്ത് ഇംപ്രസീവ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ അതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു നമുക്ക് കല്ല് കടിക്കുന്ന രീതിയിലുള്ള ഒരു എലമെന്റും ഇതിനകത്തില്ല. എന്താ പറഞ്ഞ സിമ്പിൾ ബട്ട് എലഗന്റ് വാക്കായിരുന്നത്. അന്നേരം നമുക്കൊരു ഈ സ്കെയിലിൽ ഒന്ന് പ്ലാൻ ചെയ്യാൻ ഏകദേശം ഒരു എത്ര നമുക്ക് ബഡ്ജറ്റ്? നമുക്കത് ഇപ്പൊ ഈ ഫ്ലവർ ഒക്കെ ഹോളണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്ലവർ ആണോ അതൊക്കെ? എല്ലാം നമുക്ക് ഇപ്പൊ ഈ സെയിം ഫീലില് നമുക്കൊരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് അവിടെ പ്രോബ്ലം അല്ല. ആംഗ്ലിക്കൻ ചർച്ച ആയതുകൊണ്ടേ നമുക്ക് നീറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് ടോട്ടല് നോക്കട്ടെ. കണക്കൊക്കെ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഏകദേശം നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് ഞാൻ എന്നാലും ഒരു റഫ് ഇത് ഞാൻ കൊടുക്കുന്നില്ല. ഇത് എന്റെ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. ഏകദേശം എന്നാലും ഏകദേശം ബഡ്ജറ്റ് ഇടുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. എന്നാലും നമുക്കൊരു ഏകദേശം അതിപ്പം എന്താ വെച്ചാല് ഈ നമ്മളിപ്പോ എല്ലാറ്റിന്റെയും ഡിസൈനില് നിൽക്കുക, അത് നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യം. നമുക്ക് അതിന്റെ ഒപ്പം നിന്നിട്ട് അതിന്റെ ഡിസൈൻ കൊടുക്കുക, അത് മാറ്റി വെപ്പിക്കുക, ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കൂടുതലും ഉണ്ട്. ഞാനത് കൊട്ടേഷൻ എടുത്ത് ചെയ്തല്ല ഞാനത്. ഡയറക്ഷൻ എലമെന്റ് നമ്മൾ രണ്ടും ചെയ്തത്. അതെ അതാണ്. അല്ല ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ട് ചെയ്തല്ല. അപ്പൊ അതൊക്കെ സൗണ്ടിന്റെ ആൾക്കാര് സൗണ്ടിന്റെ കൊട്ടേഷനാണ്, ഫ്ലവറിന്റെ പക്ഷെ എന്ത് വേണം, എങ്ങനെ വേണം, ഇത്രയേ പാടുള്ളൂ, ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള നമ്മൾ നിർബന്ധം പറഞ്ഞ് സ്കെച്ച് കൊടുക്കുക. അതൊക്കെയാണ് എനിക്ക് മാക്സിമം അവിടെ ചെയ്യാൻ പറ്റുക. ഷൂട്ട് ആറ് ഡയറക്ഷനിലായിരുന്നു നമ്മുടെ നടത്തിയത്. ഷൂട്ട് അത് ബിലീവേഴ്സിന് ഉണ്ട്, അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അവർക്ക് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരുണ്ട്. അതൊക്കെ അത് ഏത് പൊസിഷനിൽ ക്യാമറ വെക്കണം, അത് അവിടെ അവർക്ക് വേണ്ട ആ പീഠം ഇന്ന സൈഡിൽ ഉണ്ടാവുള്ളൂ, അവിടുന്ന് ഒറ്റാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ അവർക്ക് വേറെ സെപ്പറേറ്റ് വേറെ ഒരു സ്റ്റേജ് പണിത് കൊടുത്തു. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നന്നായിട്ടുണ്ടല്ലോ. റിസേറ്റിന്റെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം തീരുമാനം എടുക്കുന്നത് റിസേറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചർച്ചിന്റെ സൈഡിൽ നിന്ന് പന്തപ്പള്ളി അച്ഛൻ തന്നെയായിരിക്കും അല്ലേ? സിജോ അച്ഛൻ, വേറെ ആരും ഉണ്ടായില്ല. എന്നാലും നമുക്കൊരു സിജോ അച്ഛന് പിന്നെ സിജോ അച്ഛന്റെ മൂഡ് അങ്ങനെ, ഇപ്പത്തെ മൂഡ് അങ്ങനെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളി അതൊക്കെ നമ്മൾക്ക് വിട്ടു തന്നിരിക്കായിരുന്നു. സിജോ അച്ഛൻ ആകെ ഒറ്റ ഇതുണ്ടായിരുന്നുള്ളൂ, ഇത് മരണമാണ്, അതൊരു അതിൻ്റെതായിട്ടുള്ള ഒരു സിമ്പിൾ പരിപാടി ഉണ്ടാവണം. ഒരു സെലിബ്രേഷൻ ഫീൽ പോകരുത്. ഒരിക്കലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു
അത് എപ്പോഴും ചിന്തിക്കുമ്പോ അങ്ങനെ വേണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ പറയും. അത് എന്നാലും അതിന്റെ ഔട്ട്കം എന്തോന്നാലും നല്ല വളരെ ഇപ്പം ഇഷ്ടംപോലെ കോൾസ് കിട്ടുന്നുണ്ടാവുമല്ലേ? കാര്യമായിട്ട് ആരും അങ്ങനെ പബ്ലിക്കലി വന്നില്ലെന്ന് തോന്നുന്നല്ലേ നമ്മൾ ആ ചെയ്തതെന്ന്? ഇല്ല അത് നമ്മളിപ്പോ അങ്ങനെ ഞാൻ അവരുടെ ഈ ഈ 10 ബിഷപ്പുമാരെ അവരോധിക്കുന്ന ചടങ്ങൊക്കെ അത് ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നേരം ഇത്തരത്തിൽ അവരുടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു 25 ഒന്നും നിൽക്കുന്നുണ്ടാവില്ല. നിക്കത്തില്ല. ഒരു 50 lakhs എന്തായാലും അത്ര ഉണ്ടാവും. എന്തായാലും അത്ര ഉണ്ടാവും. 50 lakhsനടുത്ത്. താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്തുകൊണ്ടാണ് പന്തപ്പള്ളി പാതിരിയും ബിഷപ്പ് സിൽവാനിയോസും കള്ളം പറഞ്ഞത്? ബ്ലസ്സിയും പ്രശാന്ത് മാധവനുമാണ് ഇവന്റ് മാനേജ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ്? ഇത്രയും പച്ചക്കള്ളം പറയുന്ന ഈ സഭാ നേതാക്കൾ ബിഷപ്പ് കെ പി യോഹന്നാന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് നാം എങ്ങനെ വിശ്വസിക്കും? മനസ്സിലാക്കുക, ഇവരാണ് ബിലീവേഴ്സ് സഭയുടെ വൈദിക ശ്രേഷ്ഠർ. ഒരു സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുന്നത് പോലെ കെ പി യോഹന്നാന്റെ ശവമടക്ക് അവസാന യാത്ര വരെ സ്റ്റോറി ബോർഡ് അടക്കം തയ്യാറാക്കിയിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പോളണ്ടിൽ നിന്നും പൂ വരെ ഇറക്കുമതി ചെയ്ത് ഇവർ കാത്തിരുന്നു എന്ന് ചുരുക്കം. യോഹന്നാന്റെ അന്ത്യയാത്ര കളർഫുള്ളാക്കാൻ ഒരു സിനിമയുടെ പെർഫെക്ഷനോടെ അവർ അത് നടത്തിയെടുത്തു. എല്ലാം കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ കയ്യുമടിച്ചു പിരിഞ്ഞു. സംവിധായകരും പ്രൊഡ്യൂസറും ഹാപ്പി. കർത്താവേ, യോഹന്നാന്റെ മകനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.